ഓം ശാന്തി. ഈ ദേഹത്തിൽ ഭ്രുകുടി മധ്യത്തിൽ പ്രകാശിക്കുന്ന ഞാൻ ഒരു ചൈതന്യ നക്ഷത്രമാണ്. ഈ സ്ഥൂല ദേഹത്തിൽ നിന്നും ഡിറ്റാച്ചായി ഭ്രുകുടിയിൽ നിന്ന് വേറിട്ട് ഞാൻ സെക്കൻഡ് കൊണ്ട് പറന്നുയർന്ന് എൻ്റെ നിജധാമത്തിൽ, എൻ്റെ വീടായ പരമധാമത്തിൽ, എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ അവസ്ഥയിൽ സഹജമായും എൻ്റെ നിജി ഗുണങ്ങൾ ഇമർജാകുന്നു. ഞാൻ ദിവ്യചേതനയുടെ ഭണ്ഡാരം, വിദേഹി ആത്മാവാകുന്നു. വിശ്വരചയിത പരംപിത പരമാത്മാ ശിവന്റെ പരംപ്രിയ സന്താനമാണ്. ഞാൻ മാസ്റ്റർ രചയിതാവാണ്. ഞാൻ ഈ ദേഹത്തിൻ്റെ മാലിക്കാണ്. ഈ ദേഹത്തിൻ്റെ ആധാരമെടുത്ത് കർമ്മം ചെയ്യുന്നു. സെക്കൻഡിനുള്ളിൽ ദേഹത്തിൽ നിന്നും വേറെയായി വിദേഹിയാകുന്നു. ദേഹബോധത്തിൽ നിന്നും ദേഹ അഭിമാനത്തിൽ നിന്നും മുക്തമായി ഓരോ കർമ്മവും ദേഹി അഭിമാനി സ്ഥിതിയിൽ സ്ഥിതമായി ചെയ്യുന്നു. നിസ്വാർത്ഥ ഭാവത്തിലും സേവാഭാവത്തിലും ചെയ്യുന്നു. ദേഹി അഭിമാനിയായി ഒരു ബാബയുടെ ഓർമ്മയിൽ ചെയ്യുന്ന എൻ്റെ ഓരോ കർമ്മവും പുണ്യകർമ്മമാണ്. ഞാൻ സദാ ഒരു ബാബയുടെ ശ്രീമതത്തിലൂടെ നടന്ന് പുണ്യകർമ്മം ചെയ്യുന്നു. മനസാ സേവയിൽ സർവ ആത്മാക്കൾക്കും ശക്തി നൽകുന്നു. വാണിയിലൂടെ ജ്ഞാനദാനം നൽകുന്നു. എൻ്റെ ശ്രേഷ്ഠ കർമ്മത്തിലും നടപ്പിലും വ്യവഹാരത്തിലും സർവ ആത്മാക്കൾക്കും ഗുണങ്ങളുടെ ദാനം ചെയ്യുന്നു. ഏത് സേവ ചെയ്യുമ്പോഴും അത് വിശ്വകല്യാണത്തിലേക്ക് അർപ്പിക്കുന്നു. അവിനാശി ശക്തി ആത്മാവും സ്ഥൂലദേഹത്തിൻ്റെയും യോഗത്തിൻ്റെയും വിയോഗത്തിൻ്റെയും ഈ കളി നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ചക്രത്തിൽ വന്ന് ഞാൻ സ്വയം തന്നെ മറന്നുപോകുന്നു. മായാരാവണന്റെ കൂട്ടുകെട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് ഞാൻ സർവ്വതും നഷ്ടപ്പെടുത്തി. രാവണൻ വന്നപ്പോൾ മൂടൽ മഞ്ഞിൽപ്പെട്ട പോലെ രചനയെയും രചയിതാവിനെയും പൂർണ്ണമായും മറന്നു. ബാബ കുട്ടികളെ ഉയർത്തിയിരുന്നു, രാജ്യഭാഗ്യം നൽകിയിരുന്നു. അതേ കുട്ടികൾ തന്നെ
ബാബയെ ആക്ഷേപിച്ചു, മറന്നുപോയി. രാവണന്റെ കൂട്ടുകെട്ടിൽ സർവ്വതും നഷ്ടപ്പെടുത്തി. ഞാൻ അന്ധവിശ്വാസത്തിൽ ബാബയെ ആക്ഷേപിച്ചു. അരകൽപ്പമായി അലഞ്ഞലഞ്ഞ് ക്ഷീണിച്ചുപോയി. അവനവന്റെ തന്നെ അജ്ഞത കാരണം രാവണ രാജ്യത്തിൽ ദുഃഖമനുഭവിച്ചു. രാവണന്റെ ചങ്ങലയിൽ അകപ്പെട്ടു. സൃഷ്ടി ദിനം പ്രതിദിനം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യരുടെ സംസ്കാരം ഓരോ ദിവസം കഴിയുന്തോറും വികാരിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ സ്മൃതിയിൽ ഇതെല്ലാം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ബാബയെ ഓർമ്മിച്ച് എല്ലാ പാപങ്ങളും നശിപ്പിക്കുന്നു. ബാബ വന്ന് വേശ്യാലയത്തിൽ നിന്നും മുക്തമാക്കുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പത്തെ പോലെ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. സതോ പ്രധാനമായി തീരണം. ഇത് തമോ പ്രധാനമായ പഴയ ലോകമാണ്. തികച്ചും പഴയതായി തീരുമ്പോഴാണ് ബാബ വരുന്നത്. ഞാനിപ്പോൾ ഈശ്വരന്റെ സമീപത്താണ് വന്നിരിക്കുന്നത്. വികാരങ്ങളിൽ നിന്നും മുക്തമാകാനുള്ള പ്രതിജ്ഞ ചെയ്യുന്നു. ആദ്യം ഞാൻ ഏറ്റവും ഉയർന്നതായിരുന്നു. ഇപ്പോൾ 5 വികാരങ്ങളും താഴേക്ക് വീഴ്ത്തി. ശിവാലയത്തിലേക്ക് പോകുന്നതിനായി ഞാൻ വികാരങ്ങളെ ഇല്ലാതാക്കുന്നു. വേശ്യാലയത്തിൽ നിന്നും ഞാൻ ഹൃദയത്തെ മാറ്റിവെക്കുന്നു. ബാബയെ ഓർമ്മിച്ച് അന്തമതി സോഗതിയായിത്തീരും. ബാബ എന്നെ രാജയോഗം പഠിപ്പിച്ച് വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. ഞാനിപ്പോൾ പുരുഷോത്തമ സംഗമയുഗ നിവാസിയാണ്. ഗൃഹസ്ഥത്തിൽ വസിച്ചുകൊണ്ടും ശരീര നിർവഹണാർത്ഥം ജോലി ചെയ്തുകൊണ്ടും കേവലം ഞാനൊരു ബാബയെ ഓർമ്മിക്കുന്നു. ഞാൻ സൂര്യവംശി. രാജധാനിയിലേക്ക് വരാനും വിജയമാലയിലേക്ക് കോർക്കപ്പെടാനുമുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ജ്ഞാനം പൂർണ്ണമായും ബുദ്ധിയിലിരിക്കുന്നില്ല എങ്കിൽ അവസ്ഥയുണ്ടാകുന്നില്ല. ഞാൻ ദേഹി അഭിമാനിയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുകയാണ്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നു. ആത്മാക്കൾ ഭായി ഭായിയാണെന്ന് അറിയുന്നു. ഞാൻ പൂജ്യനായിരുന്നപ്പോൾ സുഖിയായിരുന്നു. ഇപ്പോൾ പൂജാരിയായപ്പോൾ ദുഃഖിയായിത്തീർന്നു. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ
അവനവനു തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പദവി ഭ്രഷ്ടമായി തീരുന്നു. ക്രോധവും ലോഭവുമെല്ലാം വികാരി ദൃഷ്ടിയാണ്. കണ്ണുകളിലൂടെ വസ്തുക്കളെ കാണുമ്പോൾ ആസക്തി ഉണ്ടാകുന്നു. പാപനിരാകാരനാണ്, ചൈതന്യ പുഷ്പമാണ്. ഞാൻ പുരുഷാർത്ഥം ചെയ്ത് അതുപോലെയുള്ള പുഷ്പമായി തീരുന്നു. കഴിഞ്ഞു പോയതെല്ലാം ഡ്രാമയാണെന്ന് മനസ്സിലാക്കുന്നു. ജ്ഞാനം ഒരിക്കലും നശിക്കുന്നില്ല. ഒരു പ്രാവശ്യം കേട്ട് ശിവബാബ എന്ന് പറയുകയാണെങ്കിൽ പ്രജകളായി വരും. എൻ്റെ ഉള്ളിൽ ഈ സ്മൃതിയാണ്. ഞാൻ ഏത് രാജ്യത്തിലായിരുന്നുവോ ഇപ്പോൾ വീണ്ടും ആ രാജ്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയാണ് പൂർണ്ണമായും പുരുഷാർത്ഥം ചെയ്യുന്നത്. ശിവാലയത്തിലേക്ക് പോകുന്നതിനായി ഞാൻ വികാരങ്ങളെ ഇല്ലാതാക്കുന്നു. അഴുക്ക് ലോകത്തിൽ നിന്നും മനസ്സിനെ മാറ്റുന്നു. ശൂദ്രരുടെ കൂട്ടുകെട്ടിൽ നിന്നും അകന്നു നിൽക്കുന്നു. കഴിഞ്ഞു പോയതെല്ലാം നാടകമാണെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ ചിന്തിക്കുന്നില്ല. അഹങ്കാരമില്ല. ശിക്ഷണത്തിൽ സംശയിക്കില്ല. ഞാൻ ബാബ നൽകിയ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സന്തോഷത്തിൻ്റെ ഖജനാവിൽ സമ്പന്നമായി ദുഃഖികളായ ആത്മാക്കൾക്ക് സന്തോഷം ദാനം ചെയ്യുന്നവരായ പുണ്യാത്മാവായി ഭവിക്കൂ. ദുഃഖി ആത്മാക്കൾക്ക് സന്തോഷം നൽകുന്നത് ഏറ്റവും വലിയ പുണ്യമാണ്. എനിക്ക് സഹജമായി സന്തോഷത്തിൻ്റെ ഖജനാവ് ലഭിക്കുന്നു. എന്താണോ ലഭിച്ചത് അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വർദ്ധിക്കുന്നു. അനുഭവി ആത്മാക്കൾ ഒരിക്കലും ഏതൊരു കാര്യത്തിലും വഞ്ചിക്കപ്പെടില്ല. സദാ വിജയിയായിരിക്കും.